പിന്നെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്നലെ പോയ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ നമുക്ക് ഡ്രസ്സ് കാണാം. ചാടി പോയി നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ട് അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കണം. എന്നാ പറ്റോ ഇങ്ങനെ അധികം നേരം നിൽക്കാനാവില്ല. എനിക്ക് ചോർന്നു പോകും പോലെ പറ്റോ. ഒന്ന് കറങ്ങിയാ ചാടിയാ മതി. അപ്പൊ നമ്മളെ ഉടുപ്പിട്ടിട്ടുണ്ട്. ചെയ്യാം. അപ്പൊ നമ്മള് പൗഡറാണ് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത്. എനിക്കറിയാമല്ലോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന. ഇതാ 30 ദിവസത്തെ പാലിന്റെ പൈസ. കഴിഞ്ഞ മാസം 31 ഉണ്ടായിരുന്നില്ല അമ്മേ. കൊള്ളാലോ. ഇവരെന്താ കഴിക്കാൻ കൊടുക്കുന്നത്? ഇപ്പോൾ ഹോർലിക്സിലുള്ള പ്രോട്ടീൻ വിറ്റമിൻ ബി ഫോളിക് ആസിഡ് തുടങ്ങി 27 ന്യൂട്രിയൻസിനോടൊപ്പം ഹോർലിക്സ് ഷാലിനി വളർച്ചയാകുന്നു. മെയിൻറ്റെയിൻ ഷാപ്പാകുന്നു. ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ മമ്മിയുടെ മാനേജർ. താങ്ക് യു. ഒരു ദിവസം കർഷകരെ മോനെ ആരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ്? എല്ലാരും ഒറ്റയ്ക്ക്. അപ്പൊ ഞാനിങ്ങനെ പോരും. അവർക്കൊപ്പം ചായ കുടിക്കാം. കേരളത്തിലെ ഭൂരിഫലം മൈജി ഫ്യൂച്ചർ സ്റ്റോറുകൾ. മൈജി മഹാലാഭം സെയിൽ. ലാഭത്തിന്റെ കാര്യം മൈജി മഹാലാഭം സെയിൽ. ഏറ്റവും കുറഞ്ഞ വില, ഏറ്റവും കൂടുതൽ ഓഫറുകൾ, ഏറ്റവും കൂടുതൽ ലാഭം. വെറും ലാഭമല്ല, മഹാലാഭം. മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കേരളത്തിലുടനീളം. വെള്ളം എടുപ്പിന് വെള്ളക്കമ്മലുണ്ട്. ഞാനിതിൽ ഓപ്ഷൻ
പാടുപാടികള് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. അല്ല വിഷ്ണു അതാ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളതിനെ പണം തന്നും ചോദിച്ചതല്ല. പണമല്ല പവറായാലും അതിന്റെ ഒന്നും മുമ്പ് വീണ ചരിത്രം ഈ മാരാർക്കില്ല. ഞാൻ ഏത് കേസ് വാദിക്കണം, ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശം തരാൻ നിന്നേക്ക് ഇങ്ങോട്ടയച്ച മണപ്പള്ളി ഭാസ്കരോ പവിത്രോ ആരായാലും ദേവേന്ദ്രന്റെ ചുമത്തുപെട്ടോ പോയാൽ കെട്ടിയത് മാരാരി കേസിന് അപ്പീൽ ചെയ്യുകയും ചെയ്യും. മേനോൻ സാറിന് പുല്ല് പോലെ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. എന്നെ വിളിച്ചത് എന്തിനൂടെ അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിന് പൊടിയും തട്ടി നേരെ കിടപ്പ് വെച്ച് ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. താങ്ക് യു. ജയകൃഷ്ണൻ, നിങ്ങളാണ് ഇന്ദുലേഖകൾ ഉറച്ചുകയും കണ്ടവരും ആദ്യമായി പോലീസിനെ നയിക്കും അല്ലേ? മൃതദേഹം കാണുമ്പോൾ നിങ്ങൾ തനിച്ചായിരുന്നു അല്ലേ? ഞാനും അശോകനും പിന്നെ ആര് എന്തിനോട്? നിങ്ങൾ ഇന്ത്യയോടും ഒരേ വീട്ടിലാണ് താമസം. അതെ. അതെന്താ നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലേ? ഇല്ല, ഉണ്ടായിരുന്ന വീട്ടിലെ അനിയത്തെയും കുടുംബം താമസിക്കുന്നത്. ഇന്ത്യയോടുമായിട്ടുള്ള ബന്ധം പരിചയം ജയിലിൽ വെച്ച. ഓഹോ, നിങ്ങൾ അയാളെ പോലെ ജയിലിൽ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ഞാനും അദ്ദേഹത്തെ പോലെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട പെൺകുട്ടി ഇന്ത്യയുടെ ആരാണ്? സഹോദരി. അത് പ്രതി എം കെ മേനോൻ അംഗീകരിച്ചിരുന്നു. ഇന്ദുലേഖന്റെ മകളാണെന്ന സത്യം ഇല്ല. അവിഹിതമായി ബന്ധം പുലർത്തിയതുപോലെ ആ ബന്ധത്തിൽ പ്രതിക്ക് ജനിച്ച മകളാണ്. ഒരു 8 മണി ചിട്ടിക്കമ്പനിയോട് 50,000 രൂപ തന്നു നിങ്ങൾ സഹായിച്ചു. മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെയേറെ ദുർച്ചലവുകളുടെ നിങ്ങളുടെ കയ്യിൽ പണം തന്ന പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള ദ മോസ്റ്റ് കോൺട്രവേഴ്സി കേസ് ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മർഡർ കേസാണ്. ഇതിലെ കുറ്റവാളി രക്ഷപ്പെട്ടുകൂടാതെന്ന് എനിക്ക് തികച്ചും ഔദ്യോഗികമായ താല്പര്യം ഉണ്ട്.